അദ്ദേഹം സെമിനാറിലേക്കായി നടന്നു കയറുമ്പോൾ ഹോളിലേക്ക് കയറിപ്പറ്റാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ മറ്റൊരു വശത്തു നിന്നുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം ജനാധിപത്യം സ്വാതന്ത്ര്യം ജനാധിപത്യം ജനാധിപത്യം സോഷ്യലിസം ജനാധിപത്യം സോഷ്യലിസം ജനാധിപത്യം സോഷ്യലിസം ജനാധിപത്യം സോഷ്യലിസം സോഷ്യലിസം ചാനലിൽ വളരും വിദ്യാർത്ഥിവാദം സിന്ദാബാദ് വിദ്യാർത്ഥിവാദം സിന്ദാബാദ് വിദ്യാർത്ഥിവാദം സിന്ദാബാദ് വിദ്യാർത്ഥിവാദം സിന്ദാബാദ് ഗോ ബാക്ക് വിടുപണി ചെയ്യോ വിടുപണി ചെയ്യോ വിടുപണി ചെയ്യോ യാന്ദേന്ദു തുഷാരഹാര ധവളാ യാം ശുഭ്രവ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെമിനാറിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ, സെമിനാർ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. അകത്ത് സെമിനാർ നടക്കുമ്പോൾ പുറത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ശബ്ദം സെമിനാർ ഹാളിൽ കേൾക്കുന്ന രീതിയിൽ ഉള്ള വലിയ രീതിയിലുള്ള
പ്രതിഷേധത്തിലേക്ക് SFI കടക്കുമ്പോൾ വലിയ രീതിയിൽ ക്ഷുഭിതനായിട്ടാണ് ഗവർണർ നേരത്തെ സംസാരിച്ചത്. SFIയെ അയക്കുന്നത്, തനിക്കെതിരെ SFIയെ പ്രതിഷേധത്തിനായി അയക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാധ്യമ സ്ഥാപനങ്ങളുടെ പേരെടുത്തുകൊണ്ട് ചോദിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരോടും അദ്ദേഹം ക്ഷുഭിതനായി. ഗുണ്ടകളാണ് SFI, ക്രിമിനലുകൾ മാത്രമാണ്, ഈ പുറത്തു നിൽക്കുന്നതല്ല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എല്ലാവരും ഗുണ്ടകളാണ്. അലിഗഡ് സർവകലാശാല മുതൽ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. ആ രീതിയിലുള്ള തോന്നിവാസമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കണ്ട് തന്നെ ഭയപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സെമിനാർ ഹാളിലേക്ക് കയറിപ്പോയത്. ഇറങ്ങണമെങ്കിൽ പണിയാണ്, പിന്നീട് ഇറങ്ങണമെങ്കിൽ പണിയാണ്. വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിയത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് എന്നുള്ളത് ശ്രദ്ധേയമാകുന്ന കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലും ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ വിമർശനങ്ങളെല്ലാം അദ്ദേഹം വിമർശനങ്ങളിൽ ടാർഗറ്റ് ചെയ്തതെല്ലാം മുഖ്യമന്ത്രി തന്നെയായിരുന്നു. SFIക്കാരെ തനിക്കെതിരെ SFIക്കാരെ അയച്ചു, തനിക്കെതിരെ SFIക്കാരെ കരിങ്കൊടിയുമായി അയച്ചു. ഇതെല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് ഇതിനെല്ലാം പിറകിൽ നിൽക്കുന്നത് എന്ന് വിമർശിച്ചുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെമിനാർ ഹാളിലേക്ക് കയറിപ്പോയത്. അതിന് മുൻപ് അദ്ദേഹം പറയുകയുണ്ടായി, കഴിഞ്ഞ മണിക്കൂറുകൾ ഉച്ച സമയത്ത് അദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങിയിരുന്നു. മിഠായി തെരുവടക്കമുള്ള സ്ഥലങ്ങളിലൂടെ നടക്കുകയും ജനങ്ങളെ കാണുകയും സെൽഫി എടുക്കുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. അതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ തനിക്കെതിരല്ല, പക്ഷേ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി അയക്കുന്ന SFIക്കാർ എന്ന ഗുണ്ടകളുമാണ് തനിക്ക് എതിര്. ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള പെരുമാറ്റം ജനങ്ങളുടെ ഭാഗത്തുനിന്നൊന്നും താൻ കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങി നടന്നപ്പോൾ ഉണ്ടായില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. SFIയുടെ സമരത്തിന് പിന്തുണ കൊടുക്കുകയാണോ മാധ്യമങ്ങളെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. ഭാരതീയ വിചാര കേന്ദ്രവും സനാതന ധർമ്മപീഠവും സംഘടിപ്പിക്കുന്ന സെമിനാർ നടന്നുകൊണ്ടിരിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെമിനാർ ഹാളിൽ. അതിൽ പങ്കെടുക്കാനായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിരിക്കുന്നത് സെമിനാർ വേദിയിൽ. അതേസമയത്ത് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നേരത്തെ നമ്മൾ കണ്ടു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനിശ്ചിത അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ച. അപ്പോഴും കൂടുതൽ വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ സമര രംഗത്തേക്ക് എത്തും എന്ന് SFIയുടെ നേതാക്കന്മാർ പറയുകയുണ്ടായി. ഇന്നലെയെല്ലാം വെല്ലുവിളിക്കുക തന്നെയായിരുന്നു പരസ്പരം. SFI ആണെങ്കിലും ഗവർണറാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നും അതേസമയം ബാനർ അടക്കമുള്ളവ കെട്ടാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു നിലപാട് ഗവർണറുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. വിഷമവൃത്തത്തിൽപ്പെട്ട പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ പോലീസ് ഈ സമരത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യം. ഇതുവരെ ഒരു കഠിനമായിട്ടുള്ള മുറകളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയാതെ വയ്യ. ലാത്തി വീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ സാധാരണ രീതിയിലുള്ള ഒരു സമരം നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ജലപീരങ്കിയോ അതല്ലെങ്കിൽ കണ്ണീർ വാതകമോ പ്രയോഗിക്കുന്ന രീതിയിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പോലീസ് ഒരു മയപ്പെട്ട നിലപാടാണ് SFIയുടെ സമരത്തോട് കാണിക്കുന്നത് എന്നുള്ള പരാതി ഗവർണറുടെ ഭാഗത്തു നിന്ന് നേരെ ഉയർന്നിരിക്കുന്നു. ആ പരാതി തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പലതവണ ഉയരുകയും ചെയ്തതാണ്. എന്തായാലും ദൃശ്യങ്ങളിൽ കാണാം, ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് ഗേറ്റിന് മുകളിൽ വരെ കയറിയിരുന്ന് പ്രതിഷേധിക്കുന്ന SFI പ്രവർത്തകരെ ദൃശ്യങ്ങൾ കാണാം. കറുത്ത ബലൂണുകൾ ഉയർത്തിക്കൊണ്ട് കരിങ്കൊടി ഉയർത്തിക്കൊണ്ടുകൂടിയാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നത്. സെമിനാർ ഹാളിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. ഗവർണർ മാധ്യമങ്ങളോട് വളരെ ക്ഷുഭിതനായി സംസാരിച്ച ഗവർണർ ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. മാധ്യമ പ്രവർത്തകരോട് ഏത് സ്ഥാപനങ്ങളിലാണ് ഉള്ളത് എന്ന് പേരെടുത്ത് ചോദിക്കുകയും നിലപാടുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തതിന് ശേഷം കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. രാവിലെ മയപ്പെട്ട രീതിയിൽ കണ്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചിത്രമായിരുന്നില്ല 3:30 സെമിനാർ ഹാളിലേക്ക് എത്തിയപ്പോൾ കണ്ടത്. അത്യന്തം ക്ഷുഭിതനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏത് രീതിയിലാണ് പ്രതിഷേധിച്ചത് ആ രീതിയിലുള്ള രൂപമാറ്റം അദ്ദേഹത്തിൽ വീണ്ടും ഉണ്ടായി.